സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി വർഷങ്ങളോളം കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുകയാണ് കാളിക്കാവ് സ്വദേശി മൂച്ചിക്കൽ അബ്ദുൽ മജീദിന്റെ അനുഭവം. ഒരു സർക്കാർ ജോലിക്കായി പരീക്ഷ എഴുതി റാങ്ക് പട്ടികയിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥിക്ക് നിയമന ഉത്തരവെത്തിയത് 18 വർഷങ്ങൾക്കു ശേഷമാണ്. എന്നാൽ അതിനിടെ അദ്ദേഹത്തിന്റെ വിരമിക്കൽ പ്രായം പിന്നിട്ടിരുന്നു എന്നതാണ് സംഭവത്തിലെ ഏറ്റവും അതിശയകരമായ ഭാഗം. മലപ്പുറം ജില്ലയിലെ കാളിക്കാവ് അഞ്ചഞ്ച് വീട്ടി പൂച്ചപ്പൊയിൽ സ്വദേശി മൂച്ചിക്കൽ അബ്ദുൽ മജീദാണ് PSCയുടെ നടപടിയിൽ ദുരന്തത്തിലായത്. 2005 കാറ്റഗറി നമ്പർ 229/2005 പ്രകാരം പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് തസ്തികയിലേക്ക് അദ്ദേഹം പരീക്ഷ എഴുതി. തുടർന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ ഇടം നേടിയെങ്കിലും നിയമന നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. 3 വർഷത്തെ കാലാവധിയോടെ പ്രവർത്തിച്ച റാങ്ക് ലിസ്റ്റ് 2008 കാലഹരണപ്പെട്ടു. സാധാരണയായി റാങ്ക് പട്ടികയുടെ കാലാവധി കഴിഞ്ഞാൽ അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകളും അവസാനിക്കാറാണ് പതിവ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ഉദ്യോഗാർത്ഥികളുടെ അഭാവം മൂലം മുമ്പ് മാറ്റിവെച്ചിരുന്ന ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള നടപടികളാണ് വീണ്ടും ആരംഭിച്ചത്. ഇതിനിടെയാണ് 2026 ഏപ്രിൽ 26 തൃശൂർ PSC ഓഫീസിൽ നിന്ന് അബ്ദുൽ മജീദിനെ അപ്രതീക്ഷിതമായി അഡ്വൈസ് മെമ്മോ ലഭിക്കുന്നത്. 3 മാസത്തിനകം നിയമന ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഔദ്യോഗിക രേഖകൾ പ്രകാരം അബ്ദുൽ മജീദിന് 60 വയസ്സ് പൂർത്തിയായിരിക്കുകയായിരുന്നു. 2010 തന്നെ നൽകേണ്ട നിയമന ഉത്തരവാണ് 2026 ലഭിച്ചതെന്നാണ് അബ്ദുൽ മജീദിന്റെ ആരോപണം. തസ്തിക വർഷങ്ങളോളം നികത്താതെ വെച്ചതും നടപടികൾ അനാവശ്യമായി വൈകിപ്പിച്ചതുമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് നാട്ടുകാരും പറയുന്നത്. സംഭവത്തിൽ മറ്റൊരു കൗതുകകരമായ കാര്യവും അബ്ദുൽ മജീദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SSLC ബുക്കിൽ ജനന തീയതി 1966 മെയ് 27 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ജനന തീയതി 1967 മെയ് 27 ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. രേഖയിലെ ഈ പിഴവ് തിരുത്താനായാൽ 1 വർഷമെങ്കിലും ജോലി ചെയ്യാൻ അവസരം ലഭിക്കുമെന്നും പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ. ഇതിനായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുഖേന വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീന് നിവേദനവും നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ മാനുഷിക പരിഗണന വേണമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുൽ മജീദ് മുമ്പ് വണ്ടൂരിലെ വനിതാ ഇസ്ലാമിക് കോളേജിൽ അറബിക് അധ്യാപകനായും സേവനം അനുഷ്ഠിച്ചിരുന്നു. മറ്റൊരു റാങ്ക് പട്ടികയിലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും പ്രൊട്ടക്ഷൻ അധ്യാപകർക്ക് മുൻഗണന നൽകേണ്ടി വന്നതോടെ ആ നിയമനവും നടക്കാതെ പോയി. ജീവിതത്തിന്റെ വലിയൊരു കാലയളവ് സർക്കാർ ജോലിയെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ ഒരാൾക്ക് ഒടുവിൽ ലഭിച്ചത് നിയമന ഉത്തരവാണെങ്കിലും അതിനൊപ്പം എത്തിയിരിക്കുന്നത് വലിയ നിരാശയാണ്. PSCയുടെ നടപടിക്രമങ്ങളിലെ വീഴ്ചകളും നിയമനങ്ങളിലെ അമിത കാലതാമസം വീണ്ടും ചർച്ചയാകുന്ന സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. ഇത് തൃശ്ശൂർ PSCയിൽ നിന്ന് എനിക്ക് വന്ന അഡ്വൈസ് മെമ്മോ ആണ്. 2005 കാറ്റഗറി നമ്പർ 229 2005 ഈ ലിസ്റ്റ് നിലവിൽ വന്നത്. ആ നിലവിൽ വന്നതിന് ശേഷം 2008-9 തീയതികളിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. 3 കൊല്ലം ലിസ്റ്റിൻ്റെ കാലാവധി. ആ കാലാവധി കഴിഞ്ഞതിന് ശേഷം ഈ ലിസ്റ്റിൽ ഞങ്ങളെ ലിസ്റ്റ് വന്നപ്പോൾ 10 പോസ്റ്റാണ് ഉണ്ടായിരുന്നത്. 10 പോസ്റ്റിൽ 5 പോസ്റ്റ് NCAക്ക് വേണ്ടി മറ്റ് അതർ കേസസിന് വേണ്ടി മാറ്റി വെച്ചിരുന്നു. നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് പകുതി പോസ്റ്റ് അവർക്ക് മാറ്റി വെക്കണമെന്നാണ്. അപ്പോൾ ആ മാറ്റിവെച്ച പോസ്റ്റിൽ നിന്ന് പിന്നെ ഒരു പോസ്റ്റ് NCAക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്നു. ആ NCAക്ക് വേണ്ടി മാറ്റിവെച്ച പോസ്റ്റ് പല തവണകളിലായിട്ട് ആദ്യം OBCക്ക് വേണ്ടി NCA നടത്തി. ഒരു NCAക്ക് 3 മാസമാണ് കാലാവധി. അങ്ങനെ <2 എന്നാണ് അതിൻ്റെ റോളിലുള്ളത്. എന്നാൽ 2 തവണയെങ്കിലും നോട്ടിഫിക്കേഷൻ നടത്തുന്നതാണ്. ഇത് 3-4 നോട്ടിഫിക്കേഷനൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തി അതിൽ OBC എന്ന് പറഞ്ഞാൽ അതർ കേസസ്, മുസ്ലിം അല്ലാത്ത OBC, ഈഴവ, ധീവര എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു കാറ്റഗറിപ്പെട്ട OBCക്ക് വേണ്ടി ആ നോട്ടിഫിക്കേഷൻ നടത്തി. അതിൽ ആളില്ല എന്ന് വന്നപ്പോൾ അത് ഈഴവയിലേക്ക്, പ്രത്യേകിച്ച് ഈഴവയിലേക്ക് ഒന്നും കൂടെ നോട്ടിഫിക്കേഷൻ ചെയ്തു. അതിലും നോട്ടിഫിക്കേഷൻ ചെയ്തപ്പോൾ അതിലും ആൾ അവൈലബിൾ അല്ല, ഉദ്യോഗാർത്ഥികൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അത് മാതൃ ലിസ്റ്റിലേക്ക് മടങ്ങി. മാതൃ ലിസ്റ്റിലേക്ക് മടങ്ങുന്നത് 2013 ഈ ചാനൽ ന്യൂസ് കാളിക്കാവ്. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.